ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും ലക്ഷം പ്രിയന്മാരിൽ എന്റെ പ്രിയനാണുത്തമ പ്രിയൻ ലക്ഷം പ്രിയന്മാരിൽ എന്റെ പ്രിയനാണുത്തമ പ്രിയൻ അവൻ മാത്രം മതി എനിക്കിഹത്തിലും പരത്തിലും പാടി ആനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും അവനിൽ ഞാൻ പ്രിയം വച്ചെന്നും തിരുസീവൻ പ്രയാണം ചെയ്യുകയാ അവനിൽ ഞാൻ പ്രിയം വച്ചെന്നും തിരുസീവൻ പ്രയാണം ചെയ്യുകയാ ഇതുവരെ ലജ്ജിപ്പാൻ സന്നദ്ധി വന്നില്ല പാടി ആനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും പ്രതികൂല ശക്തികളെന്നെ ചുറ്റും പാളയമിറങ്ങിയെന്നാലും പ്രതികൂല ശക്തികളെന്നെ ചുറ്റും പാളയമിറങ്ങിയെന്നാലും തെല്ലും അവരെ ഭയപ്പെടാതെന്നും പാടി ആനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും കഷ്ടതയാകുന്ന ചുള ഏഴുമടങ്ങായി വർദ്ധിപ്പിച്ചാലും കഷ്ടതയാകുന്ന ചുള ഏഴുമടങ്ങായി വർദ്ധിപ്പിച്ചാലും ഈയുടെ ബലം കെടുത്തുന്നവരുള്ളവർ പാടി ആനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കും
യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കാം. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നതായൊരു സത്യമാണ്. Many a prophets and godly men have longed to see what you have seen, have longed to hear what you are hearing. കർത്താവ് ഓർപ്പിക്കുകയാണ്, കർത്താവ് ജനത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ കർത്താവായ യേശു പറയുന്നതും ചെയ്യുന്നതെല്ലാം കാണാൻ ആഗ്രഹിച്ചവരും കേൾപ്പാൻ ആഗ്രഹിച്ചതുമായ വലിയൊരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവർക്കത് കാണാൻ സാധിച്ചില്ല. നിങ്ങൾക്കോ അത് സാധിച്ചു എന്നാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും എല്ലാ സുഖസൗകര്യങ്ങളും അതിൻ്റെ പിന്നിൽ ആരുടെയൊക്കെയോ കഠിനാധ്വാനമുണ്ട്, ത്യാഗമുണ്ട്. ആരുടെയൊക്കെയോ വേദനയേറിയ ത്യാഗമുണ്ട് അതിൻ്റെ എല്ലാം പിന്നിൽ. നമുക്കറിയാം, ഈ കാലത്ത് പേ വിഷത്തിന് മരുന്നുണ്ട്. ആരാണ് കണ്ടുപിടിച്ചത്? ലൂയി പാസ്റ്ററാണ് കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് മരുന്ന് കണ്ടുപിടിച്ചത്? പേയുള്ള നായെ അദ്ദേഹം പിടിച്ച് നിർത്തി അതിൻ്റെ താടിയെല്ലാം അകത്തിപ്പിടിച്ച് അതിൻ്റെ വായുടെ ഉള്ളിലേക്ക് ഒരു കുഴൽ കുത്തിക്കെടുത്തി ദ്രാവകം വലിച്ചെടുത്തിട്ടാണ് ആ പേവിഷത്തിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചത്. നിസ്സാര കാര്യമായിരുന്നു. മരുന്നില്ലാത്ത കാലത്താണ് അദ്ദേഹം ഇത് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ വർണ്ണങ്ങൾ, കണ്ണിൻ്റെ ഘടന, ലൈറ്റിൻ്റെ ഇഫക്റ്റ്, ഇതെല്ലാം കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടനാണ്. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ സ്വന്തം കണ്ണിലേക്ക് സൂചി കൊണ്ട് കുത്തി. എന്തിനാന്ന് വെച്ചാൽ ആ കണ്ണിനുണ്ടാകുന്ന വ്യത്യാസം, സ്വന്തം കണ്ണിലേക്ക് സൂചി കൊണ്ട് കുത്തി അദ്ദേഹം വർണ്ണങ്ങളെക്കുറിച്ച് ശരിയായിട്ട് പഠിക്കാനിട വന്നു. എല്ലാത്തിൻ്റെയും പിന്നിൽ ത്യാഗമുണ്ട്. വാസ്തവത്തിൽ ത്യാഗമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ത്യാഗമുണ്ടാകണം. നമുക്കറിയാം, നമ്മുടെ ജീവിതം ഇപ്രകാരം ശാന്തമായത്, സൗമ്യമായത്, നരകമൊഴിവായത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറ്റബോധം ഒഴിവായത് എങ്ങനെയാണ്? മനസ്സാക്ഷിക്കുത്തം ഒഴിവായത് എങ്ങനെയാണ്? വരാനുള്ള ശിക്ഷാവിധി ഒഴിവായത് എങ്ങനെയാണ്? നമുക്കിന്ന് മാന്യതയുടെ മുഖമുള്ളത് എന്തുകൊണ്ടാണ്? എൻ്റെ പാപത്തിന് ശിക്ഷയില്ല എന്നുള്ള ഒരു ആത്മധൈര്യം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നാം ചെയ്ത പ്രവൃത്തികളും നാം പറഞ്ഞ വാക്കുകളും നമ്മുടെ രഹസ്യ ജീവിതവും നമ്മുടെ സ്വകാര്യ ജീവിതമെല്ലാം നാം ചിന്തിച്ച് നോക്കിയാൽ ഇന്ന് നമുക്കുണ്ടെന്ന് പറയുന്ന മാന്യതയ്ക്കോ, ഇന്ന് നമുക്കുണ്ടെന്ന് പറയുന്ന സൽപ്പേരിനോ, ഇന്ന് നമുക്കുണ്ടെന്ന് നാം ചിന്തിക്കുന്നതായ ഭാവി സ്വർഗരാജ്യത്തിനോ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ളതായ അവകാശമുണ്ടോ? ഇല്ല എന്ന് നമുക്കറിയാം. ഒരു അവകാശവുമില്ല, ഒരു സാധ്യതയുമില്ല, ഒരു പോസിബിലിറ്റിയുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നാം ഇന്ന് തല ഉയർത്തി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാനെന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത്? എൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവൃത്തികൾ ഞാൻ ഓർത്ത് നിരാശയോടെ ഇരിക്കുകയാണോ? എൻ്റെ കഴിഞ്ഞ കാലം ഒരു കുറ്റമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ജീവിച്ചവനാണോ? അല്ല, അല്ല. അനേക പാപങ്ങളുണ്ടായിരുന്നു, അനേക വൈകല്യങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഇന്ന് നിൽക്കാൻ കാരണം കർത്താവായ യേശു എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചുവെന്നും അവൻ്റെ രക്തം എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയെന്നുള്ളതായ ആ വിശ്വാസമാണ്. ആ ഒരൊറ്റ വിശ്വാസം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2000 കൊല്ലം മുമ്പ് യേശു ക്രിസ്തു മരിച്ചു. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനം ഒരു കാര്യം തെളിയിച്ചു: പാപത്തിന് പരിഹാരം വന്നു. എൻ്റെ പാപത്തിന് പരിഹാരം വന്നുവെന്ന് ഞാനെന്ന് ഉറപ്പായി വിശ്വസിക്കാനുള്ള കാരണം, എൻ്റെ പാപം വഹിച്ച് മരിച്ചവനായ യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റതുമല്ല, ദൈവം അവനെ
ഉയർപ്പിച്ചു. കാരണം അവൻ വഹിച്ചതായ വ്യക്തികളുടെ പാപത്തിനെല്ലാം പരിഹാരം വന്നു എന്നുള്ളതിനായ തെളിവായിരുന്നു പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ക്രിസ്തു മൂലം സമാധാനം പ്രാപിച്ച നാം, ക്രിസ്തു മൂലം പാപമോചനം പ്രാപിച്ചവരായി നാം എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കണം. നാം നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ത്യാഗത്തിന് തയ്യാറാകണം. നമ്മുടെ സമൂഹത്തിലുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ത്യാഗത്തിന് തയ്യാറാകണം. നാം സുവിശേഷത്തോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവുള്ളതെന്ന് അപ്പോസ്തലൻ പറയുന്ന പോലെ സുവിശേഷത്തിന് വേണ്ടി നാം തയ്യാറാകണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ പങ്കാളിക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ നാം തയ്യാറായേ മതിയാവുകയുള്ളൂ. ക്രിസ്തു ആ ത്യാഗം വഹിച്ചതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെങ്കിൽ ഞാനും ത്യാഗസന്നദ്ധനായിട്ട് നിൽക്കണം. മറ്റുള്ളവരുടെ രക്ഷയ്ക്കായിട്ട് ഞാനും ത്യാഗം സഹിക്കാൻ, ഞാനും ചെലവായി പോകാൻ, ഞാനും തന്നെത്താനെ താഴ്ത്തുവാൻ മനസ്സുള്ളവനായിട്ട് തീരണം. നമ്മുടെ കരുണയുള്ള കർത്താവ് അവിടെ പഠിപ്പിക്കുകയാണ്, ഈ ലോകത്തിലെ സമാധാന പ്രഭുവിനെ അഥവാ നിത്യജീവൻ്റെ ഉടയവനെ, സ്വർഗത്തിൻ്റെ വാതിലായവനെ കണ്ടവരാണ് ഈ കാലത്തെ ക്രിസ്ത്യാനികൾ, പുതിയ നിയമ ക്രിസ്ത്യാനികൾ. സ്വർഗത്തിൻ്റെ വാതിലായവനെ അവർ കണ്ടവരാണ്. പാപത്തിന് പരിഹാരം വരുത്തിയവനെ കണ്ടവരാണ്. ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നേരിക്കണ്ടവരായ ആളുകൾ ഈ ഭൂമിയിലുണ്ടായിരുന്നല്ലോ. ഇന്ന് ആത്മാവിൽ വിശ്വാസത്തിനെ കണ്ടുകൊണ്ട് കാണുവാൻ എല്ലാ ക്രൈസ്തവനും സാധിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സ്വർഗത്തിൻ്റെ വാതിലായവൻ, പാപമോചനം തരുന്ന, പാപം ചുമക്കുന്ന കുഞ്ഞാടായ യേശുവിനെ, അഥവാ വേദപുസ്തകം പറയുന്നതായ ആ കർത്താവായ യേശുവിനെ രുചിച്ചറിഞ്ഞതായ മക്കളാണ് ഈ കാലത്തെ ക്രൈസ്തവൻ അഥവാ വിശ്വാസ സമൂഹമെന്ന് പറയുന്നത്. എന്നാൽ പഴയ നിയമകാലത്ത് വിശ്വാസികളിലേക്ക് നാം നോക്കുമ്പോൾ അബ്രഹാം പിതാവിനെ നമുക്ക് നോക്കാം. കരുണയുള്ള കർത്താവായ യേശു അബ്രഹാമിനെ കുറിച്ചൊരു വാക്ക് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 56-ാം വാക്യം വായിക്കാം. നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നെന്ന് ഉത്തരം പറഞ്ഞു. അബ്രഹാം ഉല്ലസിച്ചു. കനാൻ നാട് കണ്ടതുകൊണ്ടല്ല ഉല്ലസിച്ചത്. പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലെത്തിയത് കൊണ്ടല്ല ഉല്ലസിച്ചത്. താൻ ആഗ്രഹിച്ചതായ ഇസ്ഹാക്കിനെ കിട്ടിയത് കൊണ്ടല്ല ഉല്ലസിച്ചത്. എന്തുകൊണ്ടാണ് ഉല്ലസിച്ചത്? കർത്താവായ യേശുവിനെ കാണാൻ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട്, ക്രിസ്തുവിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ് അബ്രഹാം ഉല്ലസിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഭക്തന്മാരായിരുന്ന ആളുകൾ, പഴയ നിയമ ഭക്തന്മാർ, അവർ ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ കണ്ട് കണ്ണുമങ്ങിയവരല്ല. ഈ ലോകത്തിലെ പദവികൾ കണ്ട്, ഈ ലോകത്തിലെ രാജസ്ഥാനങ്ങൾ കണ്ട്, ഈ ലോകത്തിലെ അധികാരങ്ങൾ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് കണ്ട് കണ്ണ് മങ്ങിപ്പോയവരല്ല പഴയ നിയമ വിശുദ്ധന്മാർ. ഇക്കാലത്തെ പുതിയ നിയമ വിശുദ്ധന്മാർ അങ്ങനെ മയങ്ങിപ്പോകുന്നവരായിരിക്കാം. പണം കണ്ട്, പ്രതാപം കണ്ട്, സ്ഥാനം കണ്ട്, പദവി കണ്ട്, ആൾക്കൂട്ടം കണ്ട്, അവരുടെ പിന്നിലുള്ളതായ പുരുഷാരത്തിൻ്റെ വലിപ്പം കണ്ടൊക്കെ ഇക്കാലത്തെ ക്രൈസ്തവ നേതൃത്വമോ ഉന്നതന്മാരോ സ്ഥാനികളോ ഒക്കെ കണ്ണ് മങ്ങിയാലും പഴയ നിയമ ഭക്തന്മാർ ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളോ വലിപ്പങ്ങളോ പദവികളോ ഒന്നും കണ്ട് അവരുടെ കണ്ണ് മങ്ങിപ്പോയില്ല. മറിച്ച് അവർ വരുവാനുള്ള ക്രിസ്തുവിലേക്ക്, അഥവാ ക്രിസ്തു മൂലമുള്ളതായ ജീവനിലേക്ക് നോക്കുന്നവരായിരുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, അബ്രഹാം എൻ്റെ ദിവസം കാണുവാൻ ആഗ്രഹിച്ചു. എന്താണ് കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത്? കർത്താവിൻ്റെ ദിവസം കാണുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. എൻ്റെ ദിവസം കാണുവാൻ ആഗ്രഹിച്ചു. കർത്താവിൻ്റെ ദിവസമെന്ന് അബ്രഹാം ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? 5:39 വായിക്കാം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു.
എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ആത്മാവിൻ്റെ ജീവൻ പ്രാപിക്കുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ ദിവസം കാണുക എന്ന് പറഞ്ഞാൽ. അബ്രാഹാം ഈ ലോകത്തിലെ കനാൻ നാട് കണ്ടപ്പോൾ, ഓ ദൈവം എന്നെ സഹായിച്ചല്ലോ, ദൈവം വിളിച്ചത് എനിക്ക് തന്നല്ലോ എന്ന് ചിന്തിച്ച് ഈ ലോകവാസിയായി പോയവനല്ല. ഇസ്ഹാക്കിനെ കണ്ടപ്പോൾ, ഓ എനിക്ക് കിട്ടി, ഭാഗ്യമായിപ്പോയി, ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിച്ച് മതി പറഞ്ഞില്ല. മറിച്ച് അബ്രാഹാം എല്ലാം നിത്യജീവൻ എന്നുള്ളതായ ആ വിഷയമായിരുന്നു അവരുടെ ഹൃദയത്തെ ഭരിച്ചത്. അഥവാ ഭക്തന്മാർ ഹൃദയത്തിൽ ദാഹമുള്ളവരായിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള 2 വാക്യം നമുക്ക് വായിക്കാം. 37, 38 വാക്യം വായിക്കാം. എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അക്കാലത്ത് സഭയിലെ ഉന്നതന്മാർ, സഭയെന്ന് പറഞ്ഞാൽ ആത്മീയ രംഗത്തെ ഉന്നതന്മാർ, ഇതെങ്കിലും പ്രത്യേക സഭയല്ല, കൂട്ടായ്മയായിരിക്കാം, വിശ്വാസ സമൂഹമായിരിക്കാം, ഉന്നതന്മാരായ ആളുകൾ, അവർ നിത്യജീവനെക്കുറിച്ച് പ്രത്യാശ വയ്ക്കുന്നവരല്ല, പ്രതീക്ഷ വയ്ക്കുന്നവരല്ല, അത് വേണമെന്നുള്ളതായ ഹൃദയത്തിൽ ആഗ്രഹമുള്ളവരല്ല. അതാണ് ആത്മലോകത്ത് വന്നിരിക്കുന്നതായ പാപ്പരത്വം. അതാണ് ആത്മീയ മണ്ഡലത്തിൽ വന്നിരിക്കുന്നതായ ഏറ്റവും തകർച്ച എന്ന് പറയുന്നത്. അതാണ് ആത്മലോകത്ത് ഉന്നതന്മാരുണ്ട്, ശ്രേഷ്ഠന്മാരുണ്ട്, പ്രാസംഗികന്മാരുണ്ട്, വലിയ വലിയ സുവിശേഷ പ്രവർത്തകരുണ്ട്. പക്ഷേ നിത്യജീവൻ വേണമെന്നുള്ളതായ ആഗ്രഹമുള്ളവരല്ല. കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വന്ന് എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം, കർത്താവിൻ്റെ വചനമൊക്കെ പറയും, പക്ഷേ എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ലല്ലോ എന്നാണ് യേശു പറഞ്ഞത്. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ വരാൻ മനസ്സില്ല. ഇബ്രാഹിം 11-ാം അധ്യായം 13-ാം വാക്യം മുതൽ. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം? അബ്രാഹാമും സാറായും ഇസഹാക്കും യാക്കോബും അങ്ങനെ ഗോത്രപിതാക്കന്മാരെല്ലാം ദൂരത്ത് നിന്നുകൊണ്ട് തന്നെ കണ്ടതേയുള്ളൂ എന്നൊക്കെ വായിച്ചു കേൾക്കാം. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പറയുകയാണ്, ആ ഗോത്രപിതാക്കന്മാർ, അവർക്ക് അക്കാലത്ത് പലതും കിട്ടി. അവർക്ക് സമ്പത്ത് കിട്ടിയവരുണ്ട്, മക്കളെ കിട്ടിയവരുണ്ട്, കുടുംബം കിട്ടിയവരുണ്ട്, ഇഷ്ടമുള്ള ഭാര്യയെ കിട്ടിയവരുണ്ട്. ഈ ലോകത്തിലെ അനേകം കാര്യങ്ങൾ അവർക്ക് കിട്ടി. പക്ഷേ അവരെത്രമാത്രം ആ സമൂഹത്തിൽ വലിയവരായെന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ എല്ലാവരും മാന്യരായിട്ട് തന്നെ അവർക്കെല്ലാം കിട്ടുകയുണ്ടായി. പക്ഷേ ആ കിട്ടുന്നതെല്ലാത്തിൻ്റെയും കൂടെ അവർക്ക് ദുഃഖങ്ങളും ഉണ്ടായിരുന്നു. ഈ ലോകത്തിലെ കനാൻ നാട് കിട്ടി, മകനെ കിട്ടി. പക്ഷേ അബ്രാഹാം ദുഃഖമുണ്ടായിരുന്നു. അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ളതായ ദുഃഖമുണ്ടായിരുന്നു. ഇസ്ഹാക്കിന് പലതും കിട്ടി, പക്ഷേ ദുഃഖമുണ്ടായിരുന്നു. തൻ്റെ മക്കളെക്കുറിച്ചുള്ളതായ ദുഃഖമുള്ള മനുഷ്യനായിരുന്നു. യാക്കോബ് പലതും ലഭിച്ചു, ആടുമാടുകൾ ലഭിച്ചു, ധനസമ്പത്തുണ്ടായി, പക്ഷേ ദുഃഖിതനായിരുന്നു. അനേകം ദുഃഖം, ഭാര്യ മരിച്ച ദുഃഖം, മക്കൾ നാറ്റിച്ച ദുഃഖം, എല്ലാ തരത്തിലും ദുഃഖിതനായിരുന്നു ഗോത്രപിതാവായ യാക്കോബ് എന്ന് കാണാം. കഴിഞ്ഞകാല പിതാക്കന്മാരെക്കുറിച്ച് ഒറ്റ വാക്ക് അവിടെ എഴുതിയിരിക്കുന്നു. ദൈവം ആ പൊട്ടിത്തകർന്ന ജീവിതങ്ങളുടെ ദൈവമെന്ന് പറയുവാൻ ലജ്ജിച്ചില്ല. ഞാൻ അബ്രാഹാമിൻ്റെ ദൈവമെന്ന് പറയാൻ ദൈവം ലജ്ജിച്ചില്ല. അബ്രാഹാമിനും പാപമുണ്ടായിരുന്നു, തകർച്ചയുണ്ടായിരുന്നു. ഇസ്ഹാക്കിന് കണ്ണുകാഴ്ചയില്ലായിരുന്നു, ഭക്തനായിരുന്നില്ലേ, എങ്കിലും കണ്ണുകാഴ്ച പോയി. യാക്കോബിനോ അതുപോലെയുള്ളതായ നാറ്റം പിടിച്ച അവസ്ഥകളുണ്ടായിരുന്നു. ഭാര്യയുടെ മരണം കണ്ടു, ദൈവമക്കളെ എല്ലാം കണ്ട് കലങ്ങിയതായ മനുഷ്യൻ. 2 ഭാര്യമാരുണ്ടായിരുന്നു, 2 മരിച്ചു. ഏകാന്തതയുടെ ദുഃഖം നല്ലവണ്ണം അനുഭവിച്ചു ഗോത്രപിതാവായ യാക്കോബ്.
അതുകൊണ്ട് ദൈവം പറഞ്ഞു, അവർ നിത്യജീവനെ കൊതിച്ചവരായിരുന്നു, ദൈവരാജ്യം കാത്തിരുന്നവരായിരുന്നു, ഈ ലോകത്തിലെ കണ്ണ് മങ്ങിപ്പോയവരല്ല. അതുകൊണ്ട് അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് ദൈവം പറയുന്നു. എന്നെ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിത്യജീവൻ കൊതിക്കുന്നൊരു വ്യക്തിയാണോ? നിങ്ങൾ ഈ ലോകത്തിൽ ദുഃഖങ്ങളുള്ള മനുഷ്യനായിരിക്കാം, ഒറ്റപ്പെട്ടു പോയ മനുഷ്യനായിരിക്കാം, ഭാര്യ നഷ്ടപ്പെട്ട മനുഷ്യനായിരിക്കാം, ഭർത്താവ് നഷ്ടപ്പെട്ട വിധവയായിരിക്കാം, തൊഴിൽ നഷ്ടപ്പെട്ടവനായിരിക്കാം, അവയവങ്ങൾ നഷ്ടപ്പെട്ട് ഒരു പരാലിസിസിലായിരിക്കാം, സ്വന്തക്കാരെല്ലാം പോയി ഏകാന്തവാസത്തിലായിരിക്കാം, മാന്യത നഷ്ടപ്പെട്ടവനായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം, ചൈതന്യം തരുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവം ആ പൊട്ടിത്തകർന്ന പാത്രങ്ങളുടെ ദൈവം എന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, നിൻ്റെ തകർച്ച കണ്ട് ദൈവം നിന്നെ വിട്ടു പോകുന്നില്ല. നീ നിസ്സാരനെന്ന് കണ്ട്, എന്നാൽ നീ വിശ്വാസിയാണ്, രക്ഷിക്കപ്പെട്ടവനാണ് എന്നുള്ളത് കൊണ്ട് ദൈവം നിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. മറിച്ച് നിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുകയത്രേ ചെയ്യുന്നത്. ദൈവമക്കളെ, അവർക്ക് ക്രിസ്തുവിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. പത്രപിതാക്കന്മാർക്ക് ദാവീദ് എന്ത് പറയുന്നു? 22-ാം സങ്കീർത്തനം 17-18 വാക്യം വായിച്ചു നോക്കാം. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദ് പാടുകയാണ്, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. ദാവീദ് ആരെ കണ്ടുകൊണ്ടാണിത് പറയുന്നത്? ദാവീദ് ആരെ കണ്ടുകൊണ്ടാണ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ദാവീദ് കൊതിയോടെ ആഗ്രഹിക്കുന്നു, അങ്ങനെയൊരു സംഭവം നടക്കും, അങ്ങനെയൊരു കാര്യമുണ്ടാകും. ദാവീദ് പ്രവചനാത്മാവിൽ പറയുകയാണ്, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. മരണസമയം വരുമ്പോൾ വസ്ത്രം പകുത്തെടുക്കുന്നു, അങ്കിക്കായി അവർ ചീട്ടിടുന്നു. ഇങ്ങനെ ആരുടെ കാര്യമാണ് പറയുന്നത്? പ്രിയപ്പെട്ടവർ, ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, പക്ഷേ അവർ കാണാൻ ആഗ്രഹിക്കുന്നു. ദൈവം സംഭവങ്ങളുടെ ചുരുള് ഓരോന്നോരോന്നായി അല്പാൽപമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ആരുടെ കാര്യമാണ് ദാവീദ് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം നാം എടുക്കുമ്പോൾ കാണാം, 23-24 വാക്യത്തിൽ നമുക്ക് വായിക്കാം, കർത്താവായ യേശുവിനെ ക്രൂശിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്തു, ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽതൊട്ടടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദ് യേശുവിനെ കണ്ടില്ല, പക്ഷേ യേശുവിൻ്റെ മരണം ആത്മാവിൽ കണ്ടു. അബ്രഹാം പിതാവ് യേശുവിനെ മുഖാമുഖം കണ്ടില്ല, പക്ഷേ വരുവാനുള്ള രക്ഷയെ ആത്മാവിൽ കണ്ടു. അതാണ് പഴയ നിയമപിതാക്കന്മാർ. നമുക്ക് നോക്കാം, അക്കാലത്തെ പ്രവാചകന്മാരെക്കുറിച്ച് പത്രോസ്ലീഹ പറയുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 10-11 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അക്കാലത്തും പ്രവാചകന്മാർ ആത്മാവിൽ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരുന്നു. എന്താ അവർക്കെല്ലാം മനസ്സിലാവുന്നില്ല. പഴയ നിയമപിതാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. അക്കാലത്തെ പ്രവാചകന്മാർ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ടിരുന്നു, മാനസാന്തരത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. മാനസാന്തരപ്പെടണമെന്ന് കർശനമായി തന്നെ യെരമ്യാ പ്രവാചകനെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ നീതിപ്രവൃത്തികൾ കരപുരണ്ട തുണികളത്രേ എന്ന് യെശയ്യാ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അന്നും കൺവെൻഷൻ പന്തലുകളോ ഒന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ സുവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നാം സുവിശേഷ പന്തലുകളിൽ പാടുന്ന പാട്ടുകളുണ്ടല്ലോ, രക്ഷിതാവിനെ കാൺക പാവി. ആ പാട്ട് പഴയ നിയമ പ്രവാചകന്മാർ പാടിയിട്ടുണ്ടോ? ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. അക്കാലത്തെ പ്രവാചകന്മാർ ആ പാട്ട് പാടി ജനത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ
എന്തതിശയമേ, എന്തതിശയമേ ദൈവത്തിന് സ്നേഹം. മോദമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനാമേശുവെ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. ഇതുവല്ലോ അക്കാലത്തെ പ്രവാചകന്മാർ പാടിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ? അവരെല്ലാം കണ്ടു. നാം രണ്ടാമത്തെ വരവുണ്ടെന്നും യേശുക്രിസ്തു രണ്ടാമത് വരുമെന്നും മധ്യാകാശത്തവൻ വരുമെന്നും മണിപ്പന്തൽ ഒരുങ്ങുമെന്നും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുമെന്നും നാം ഇന്ന് കാത്തിരിക്കുന്നത് പോലെ അവർ, ആ പഴയ നിയമവിസ്തന്മാർ, ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് ഉണ്ടാകുമെന്ന് അവർ കാത്തിരുന്നു. ക്രിസ്തു കാൽവരിയിൽ കുരിശിൽ മരിക്കുമെന്ന് അവർ കാത്തിരുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർ കാത്തിരുന്നു. ക്രിസ്മസ് ഉണ്ടാകുമെന്നും ഗുഡ് ഫ്രൈഡേ ഉണ്ടാകുമെന്നും ഈസ്റ്റർ ഉണ്ടാകുമെന്നെല്ലാം അവർ കാത്തിരുന്നു. നാമോ ക്രിസ്തു രണ്ടാമത് വരുമെന്ന് കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല. അവരാരും പാപം ക്ഷമിക്കുന്ന ഒരു ക്രിസ്തുവിനെ പ്രസംഗിച്ചില്ല. പഴയ നിയമകാലത്ത് ഒരു കുറ്റവാളിയുടെ കുറ്റമില്ലാതെ മുദ്രകുത്തുന്നു. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് അവരാരും പ്രസംഗിച്ചില്ല. ശിക്ഷയുണ്ടെന്നാണ് അവർ പ്രസംഗിച്ചത്. എന്നാൽ എന്താണ് പ്രസംഗിക്കുന്നത്? വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശിക്ഷയുണ്ടെന്നും വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നതെല്ലാമാണ് അവരെ പ്രവേശിച്ചതെങ്കിൽ ഇന്ന് നാം എന്താണ് കേൾക്കുന്നത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അതാണ് നാം കേൾക്കുന്നത്. അവർ കേട്ടതല്ല നാം കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് യേശു പറഞ്ഞത്. അനേക പ്രവാചകന്മാർ ഈ രക്ഷയുടെ സന്ദേശം കേൾക്കാൻ പഴയ നിയമകാലത്ത് കാത്തിരുന്നു. ഈ ക്രിസ്തുവിനെ കാണാൻ അവർ കൊതിയോടിരുന്നു. അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ പുതിയ നിയമവിശ്വാസിയായ നമുക്കത് സാധിച്ചിരിക്കുന്നു. നമ്മുടെ കണ്ണുകൾ നടത്തിയിട്ട് ചിന്തിച്ച് നോക്കുക. സഹോദര, നീ ആ പാപക്ഷമ പ്രാപിച്ചുവോ? പാപം ക്ഷമിക്കുന്നത് എങ്ങനെയെന്ന് അന്ന് അവർക്കറിയില്ലായിരുന്നു. എങ്ങനെയാണ് സമ്പൂർണമായ പാപമോചനത്തിൻ്റെ വഴി അവർക്കറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി. എന്ന് അവനെ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഈ ക്രിസ്തുവിനായി നമ്മുടെ ജീവിതം നമുക്ക് കൊടുത്തിട്ടുണ്ടോ? അവനോട് നമ്മുടെ പാപം ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? അവൻ്റെ മുമ്പിൽ ഹൃദയം തുറന്നിട്ടുണ്ടോ? പഴയ നിയമവിസ്തന്മാർ കാത്തിരുന്നിട്ട് കാണാത്തത് പുതിയ നിയമവിശ്വാസിയായ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന് തരുന്നു. ഇപ്പോഴെങ്കിലും 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 നിങ്ങളുടെ പാപത്തെ ഒന്ന് ഏറ്റുപറയാവോ? ഒന്ന് തുറന്ന് സമ്മതിക്കാവോ? ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാവോ? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, ക്രിസ്തു എനിക്ക് വേണ്ടി രക്തം ചിന്തി, ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, ഇന്ന് പിതാവിൻ്റെ വലത്തെ ഭാഗത്തിരിക്കുന്നു. ഒന്ന് വിശ്വസിക്കാവോ? ഒന്ന് വാഗൊണ്ട് പറയാവോ? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, ആ യേശുവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഒന്ന് പറയാവോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റുപറയാം. നമുക്കവൻ്റെ മുമ്പിൽ സമ്മതിക്കാം. അനേക പിതാക്കന്മാർ കേൾക്കാൻ ആഗ്രഹിച്ചത് കേട്ടില്ല. നമുക്കോ കേൾക്കാം. ക്രിസ്തു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഹൃദയത്തിലേക്ക് വരണമേ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നസ്രായനായ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ.